സംഭവം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാ തുടങ്ങുന്ന സംഭവം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാ ഞാൻ +2 പഠിക്കുമ്പോ തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് ഒരു 21 വയസ്സായി. ഒരു 18 വയസ്സിൽ തുടങ്ങിയ പ്രണയം. ഫസ്റ്റ് ലവ് തന്നെ സെറ്റായി. ഫസ്റ്റ് ലവ് സെറ്റായി. എന്നിട്ട് ഫസ്റ്റ് ഇവളെന്റെ നാട്ടിലാവും. ഇവൾക്ക് വീട് പണിയായിട്ട് ഇവളെന്റെ നാട്ടിൽ വരും. അപ്പൊ ഇവളെന്നും കാണും. എനിക്ക് എന്റെ നാട്ടിൽ കാണാത്തൊരു കൊച്ചിനെ ആദ്യമായിട്ട് കാണുന്നേ. അപ്പൊ ഞാൻ എന്താക്കും, ഇവിടെ കാണുമ്പോ എനിക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ കളിക്കാൻ പോകുമ്പോൾ കാണും, വൈകുന്നേരം രാവിലെ കളി കഴിഞ്ഞ് വരുമ്പോ കാണും. 8:30 ഫുട്ബോൾ കളിക്കുന്ന ടൈമിൽ ആ ടൈമിൽ മറ്റുള്ള ജില്ലാ ടീമൊക്കെ കളിച്ചിരുന്നു മലപ്പുറം. എന്താ കഴിഞ്ഞാല് ആ ടൈമിൽ ഇവിടെ എന്നും കാണും. അപ്പൊ നമുക്ക് സംസാരിക്കാൻ പൂതി ഉണ്ടാവും. സംസാരിക്കാനും പറ്റൂല, ആരാന്ന് അറിയത്തില്ല. മെയിൻലി നാട്ടിലൊരു പുതിയ കൊച്ച്. അത് സംസാരിക്കാൻ തോന്നി. ലാസ്റ്റ് ഇവിടെ ഒരു ഫ്രണ്ട് എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു, ക്ലാസ് പഠിക്കുന്ന നിന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിരുന്നു. എന്നിട്ട് സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഓടി വെച്ചു, ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിനെ കണ്ടെന്റെ നാട്ടില് നിന്റെ ക്ലാസ്സിലാ പഠിക്കുന്ന, പേരൊക്കെ ചോദിച്ചറിഞ്ഞി. എനിക്ക് സെറ്റാക്കണമെന്ന് പൂതിയായി. അപ്പൊ ഓള് പറഞ്ഞു കമ്മിറ്റഡ് അറിഞ്ഞു. പിന്നെ നമ്മള് കമ്മിറ്റഡ് ആയ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ മുമ്പ് വിചാരിച്ചു, ഫസ്റ്റ് ഞാൻ മുമ്പ് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞു. ആ ടൈമിൽ ഇവളൊരു സ്റ്റോറി ഇട്ടു. ഞാൻ ആ സ്റ്റോറിക്ക് ലൈക്ക് അടിച്ചു. അപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോ ഞാനിങ്ങനെ കമ്പനി ഫസ്റ്റ് തന്നെ മെസ്സേജ് എന്നെ അറിയോന്നൊക്കെ ചോദിച്ചു. ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. +2 പഠിക്കുന്ന ടൈമിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നല്ലേ ചോദിച്ചു കമ്പനി. ആ ടൈമിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പഠിക്കുന്നതാണ്, ഡിഗ്രിക്ക് പോയി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, തെണ്ടി അടിക്കുന്നത്, ക്ലാസ്സിനൊന്നും പോക്കില്ല. രാവിലെ ആ ടൈമിൽ 5th 7th മാത്രം കളിച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്നു, ഒരു പണിയില്ലാതെ. എന്നിട്ട് അത് കഴിഞ്ഞ് ഓളോട് പറഞ്ഞ് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഒരു 2 ദിവസം സംസാരിച്ച് 3-ാമത്തെ ദിവസം മീറ്റ് ചെയ്ത് നമ്മള്. 3-ാം ദിവസം തന്നെ മീറ്റ് ചെയ്ത് മാളില് മീറ്റ് ചെയ്ത് സിനിമക്ക് പോയി ഫസ്റ്റ് ദിവസം. പിന്നെ സംസാരിച്ച് എങ്ങനെ ആയി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു. ഓളോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ പ്രപ്പോസ് ചെയ്ത് നമ്മളെ വില പോലെ പ്രപ്പോസ് ചെയ്യരുത്. അപ്പൊ നമ്മള് ക്രഷ് ഉണ്ട് പറഞ്ഞപ്പോ ഓള് പറഞ്ഞു ഓക്കൊന്ന് ആലോചിക്കാൻ ടൈം വേണം പറഞ്ഞു. ആലോചിച്ച് 1 മണിക്കൂറായിട്ട് അടുത്തടുത്തിരിക്കല്ലേ, ആലോചിക്കണം. അല്ല നമ്മളെ ഭയങ്കര കമ്പനി ആയി. ഉമ്മരാൻ വരുന്നു. എന്നിട്ട് ലാസ്റ്റ് സെറ്റായി. സത്യം 1 മണിക്കൂർ സെറ്റായ സ്റ്റോറിയാണ് 3 ദിവസം പിന്നാലെ നടന്നേ. 5 വർഷം 1 വർഷം പിന്നാലെ നടന്നിട്ടാണ് എന്നോട് ഇഷ്ടമാണെന്ന് പോലും പറയുന്നത്. മനസ്സിലായ? അതിനൊരു എന്താ പറയാ, നീ ഇപ്പൊ പെണ്ണിന്റെ പിന്നാലെ നടക്കുമ്പോ എന്താ പറയാ, നീ ജെന്യൂൻ ആണോ, അതേമാതിരി നീ ലോയലാണോ, നീ വെറുതെ ടൈം പാസ് ആണോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം നീ കൊടുത്തു. അല്ല 1 മാസത്തോളം ഞാൻ ഓളെ കാര്യങ്ങൾ അന്വേഷിക്കായിരുന്നു. ഓള് റോഡ് കൂടെ നടന്നോണ്ടൊക്കെ ഞാൻ നോക്കില്ല. എന്നും രാവിലെ കളി കഴിഞ്ഞ് വരുമ്പോ കാണുന്നത്, വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോ കാണുന്നത്. 1 മാസത്തോളം ഓൾ എന്നെയും കാണുന്നത്, ഞാൻ ഓളെയും കാണുന്നത്. രണ്ടാൾക്ക് അങ്ങോട്ട് ഇട്ട് മിണ്ടണമെന്നും പോയി ആഗ്രഹമുണ്ട്. പ്രേമിക്കാനുള്ള മൂഡ് പോയി. ആ പാട്ട് വൃത്തിയാണ് റൊമാൻസ് അല്ലല്ലേ. ഓൾറെഡി മുമ്പ് പറഞ്ഞതാ. ഞാനാ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇനി ബോറിംഗ് ആവും. അത് ഇനി അഥവാ ഫേക്ക് ഉണ്ടെങ്കിലേ ഇപ്പൊ വരും ആള്, നേരെ വരും കാർ എടുത്തിട്ട്. അറിയോ? ഓടിക്കറിയില്ലേ? ആ പെണ്ണാണ് ജോഷു. ജോഷൊക്കെ പറഞ്ഞോടത്തെ എനിക്കങ്ങനെ എന്തൊക്കെ ഉള്ള പറയണ്ട. ലവ് സ്റ്റീഫ് ലവ് ഒന്നും ഇല്ല, അങ്ങനെ പണ്ടുണ്ടായിരുന്നു.